10. അപർണ കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നോ? ഇല്ല. ഇല്ലല്ലേ, കുറെ നോട്ട്സ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ റെക്കോർഡ് ക്ലാസ് ഒക്കെ കണ്ടായിരുന്നു, എഴുതിയെടുത്തു. എഴുതിയെടുത്തോ മോള്? മനസ്സിലായി എന്തൊക്കെ പോളിസികളാണെന്ന്? ഓക്കെ, ഒന്ന് ചോദിച്ചു നോക്കോട്ടെ, കിട്ടുമെന്നറിയാലോ. ഞാൻ ചെറുതായിട്ട് നോക്കിയിട്ടുള്ളൂ. ജസ്റ്റ് ഒന്ന് നോക്ക് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ഇങ്ങനെ ഒന്നും കൂടി പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പോളിസീസ് ആണ് കേട്ടോ. അതായത് ഹോസ്പിറ്റൽ, അതായത് ഗുഡ് വാർഡ് മാനേജ്മെന്റിന്റെ കീഴിൽ അണ്ടറിൽ വരുന്നതാണ് ഫോളോ പോളിസീസ് ആൻഡ് പ്രോട്ടോകോൾസ്. ഓരോ ഹോസ്പിറ്റൽസിനും അതിൻ്റെതായിട്ടുള്ള പോളിസികളും പ്രോട്ടോകോൾസും ഉണ്ട്. അപ്പൊ ഹോസ്പിറ്റലുകളിലെ പോളിസീസ് പിന്തുടരുന്നത്, ഫോളോ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാ? അതായത് അതായത് ഹോസ്പിറ്റലിന്റെ നല്ലൊരു എൻവയൺമെന്റ്, അതായത് അതിന്റെ ഫങ്ഷനിങ് സ്മൂത്ത് ആയിട്ട് നടക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഹോസ്പിറ്റൽ പോളിസീസിനെ പലതരത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിനകത്ത് ആദ്യത്തേതാണ് അഡ്മിനിസ്ട്രേറ്റീവ് പോളിസി കേട്ടോ. ആദ്യത്തേത് അഡ്മിനിസ്ട്രേറ്റീവ് പോളിസി ആണ്. അഡ്മിനിസ്ട്രേറ്റീവ് പോളിസി എന്ന് പറയുമ്പോൾ ആശുപത്രിയുടെ ദൈനംദിന പ്രവർത്തനങ്ങളാണ് എന്തിൽ ഉൾപ്പെടുന്നത്? അഡ്മിനിസ്ട്രേറ്റീവ് പോളിസിയിൽ ഉൾപ്പെടുന്നത്. അതുപോലെ തന്നെ ആശുപത്രിക്ക് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള എക്യുപ്മെന്റ്സ് അഥവാ ഉപകരണങ്ങളൊക്കെ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് പോളിസിയുടെ ഭാഗമായിട്ടാണ്. ഇനി അതുപോലെ തന്നെ ഈ അഡ്മിനിസ്ട്രേറ്റീവ് പോളിസീസ് നമ്മൾ പ്രാവർത്തികമാക്കാൻ സാധിക്കുന്നതിലൂടെ എല്ലാ കാര്യങ്ങളും സുഗമമായിട്ട് നടത്താൻ നമുക്ക് സാധിക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഹോസ്പിറ്റലിന്റെ ഡേ ടു ഡേ ലൈഫിലെ ഫങ്ഷനിങ് എന്തിന്റെ ബേസ് ചെയ്തുകൊണ്ടാ പോകുന്നേ? അഡ്മിനിസ്ട്രേറ്റീവ് പോളിസിയെ ബേസ് ചെയ്തുകൊണ്ടാ പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ നോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റീവ് പോളിസീസ് കവർ ദ day-to-day business operation of the hospital. They help everything in the hospital run smoothly. Administrative policies ensure that the hospital has the resource it needs to operate. Okay. Clear ആയോ? ഇനി പേഷ്യന്റ് കെയർ പോളിസീസ് എന്ന് പറയുമ്പോൾ അതായത് ഡോക്ടർമാരും നഴ്സുമാരും പേഷ്യന്റിന് എങ്ങനെയാണോ, അതായത് ഒരു ഹോസ്പിറ്റലിലെ പേഷ്യന്റ് വരുമ്പോൾ അവരെ എങ്ങനെയാണ് നല്ല രീതിയിൽ നോക്കേണ്ടത്, അവർക്ക് എങ്ങനെയാണ് നല്ല രീതിയിലുള്ള കെയർ കൊടുക്കേണ്ടത് എന്നതിന്റെ ഭാഗമായിട്ടുള്ളതാണ് ഇത് പേഷ്യന്റ് കെയർ പോളിസീസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഓരോ ഹോസ്പിറ്റൽസിനും ഇതുപോലെ തന്നെ എന്താണ്, അതായത് അവരുടേതായിട്ടുള്ള പേഷ്യന്റ് കെയർ പോളിസീസ് ഉണ്ട്. ഈ പേഷ്യന്റ് കെയർ പോളിസീസിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ് ഒന്ന് പേഷ്യന്റിന്റെ അഡ്മിഷൻ. ഓക്കെ, പേഷ്യന്റിന്റെ അഡ്മിഷൻ, പിന്നെ ഡിസ്ചാർജ്, അതുപോലെ തന്നെ ചാർട്ടിങ്, അതുപോലെ പേഷ്യന്റ് റൈറ്റ്സ്. ഇത്രയും കാര്യങ്ങൾ എന്തിൽ വരുന്നതാണ്? അത്
പേഷ്യന്റ് കെയർ പോളിസിയുടെ ഭാഗമായിട്ടാണ് ഹോസ്പിറ്റലുകളിൽ ഉള്ളത്. ഓക്കെ, പേഷ്യന്റ് അഡ്മിഷൻ, ഡിസ്ചാർജ്, പിന്നെ അതുപോലെ തന്നെ പേഷ്യന്റ് റൈറ്റ്സ്. അതുപോലെ ഇതിനകത്ത് പ്രത്യേകം പറയുന്നുണ്ട്, അതായത് എല്ലാ ഹോസ്പിറ്റലിലും പേഷ്യന്റ് കെയർ പോളിസീസ് ഉണ്ട്. ഓരോ ഡിപ്പാർട്ട്മെന്റുകൾക്കും എന്താണ് വ്യത്യസ്തമാണ്. ഇപ്പോ പ്രസവ വാർഡ്, അതായത് മെറ്റേണിറ്റി വാർഡിന് ഉണ്ടായിരിക്കേണ്ട പേഷ്യന്റ് കെയർ പോളിസീസ് അല്ല ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റിന് ഉണ്ടായിരിക്കുക. രണ്ടും തമ്മിൽ എന്തുണ്ടാവും? വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, അതായത് ഇപ്പൊ നമ്മുടെ ഒരു പ്രസവ വാർഡില് ഫോളോ അപ്പ് ചെയ്യുന്ന കാര്യങ്ങളല്ലല്ലോ നമ്മൾ ഓങ്കോളജി, അതായത് ഒരു ക്യാൻസർ ബാധിച്ച പേഷ്യൻസിന് നമ്മൾ പരിചരണം കൊടുക്കുന്നത്. രണ്ടും തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലോ. അപ്പൊ ഓരോരോ ഡിപ്പാർട്ട്മെന്റുകൾ അനുസരിച്ച് പേഷ്യന്റ് കെയർ പോളിസിയിൽ എന്ത് വരും? വ്യത്യാസം വരും. ക്ലിയർ ആണോ? ക്ലിയർ ആണ്? മനസ്സിലായി. ഓക്കെ, അതൊക്കെ മനസ്സിലായല്ലോ. അപ്പൊ അതൊന്നും പറയണ്ട. ഇനി മെഡിസിൻ പോളിസി എന്ന് പറഞ്ഞാല് മെഡിസിൻസിൽ ഉണ്ടാകുന്ന പിശകുകൾ, ആളുകൾക്ക് കൊടുക്കുന്ന മെഡിസിൻസിൽ ഉണ്ടാകുന്ന പിശകുകളാണെന്ന് പറയുന്നത് മെഡിസിൻ പോളിസീസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ IT പോളിസീസിൽ വരുന്നത് ഒരു ഹോസ്പിറ്റലിലെ സോഫ്റ്റ്വെയർ സിസ്റ്റം ഉണ്ടല്ലോ, കമ്പ്യൂട്ടറിൽ അപ്ഡേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ, അതൊക്കെ തീർത്തും ഒഫീഷ്യലായിട്ട് വേണം, നമ്മൾ രഹസ്യമായിട്ട് വേണം സൂക്ഷിക്കാൻ പേഷ്യന്റ് വിവരങ്ങളൊക്കെ. അപ്പൊ അതാണ് എന്ത് വരുന്നത്? IT പോളിസിയിൽ വരുന്നത്. ഓക്കെ, അടുത്തത് HR പോളിസീസ് ആണ്. HR പോളിസീസ് എഴുതിയിട്ടില്ല അല്ലേ? എഴുതിയിട്ടില്ല. HR പോളിസി എഴുതിക്കോളൂ കേട്ടോ. HR പോളിസീസ് എന്ന് ഹെഡിങ് കൊടുക്കുക. It includes such as dressing, vacation days, social media use. Shift policies. അപ്പൊ HR പോളിസിയിൽ വരുന്ന കാര്യങ്ങളാണ്. ഇറ്റ് ഇൻക്ലൂഡ്സ് such as dressing, vacation days, social media use, shift policies. ഓക്കെ, അതായത് ഒരു ഹോസ്പിറ്റലിൽ നമ്മളിപ്പോ ചെന്നാൽ കാണാൻ പറ്റും HR എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ട് അല്ലെ? ഓക്കെ, ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് എന്നാ പറയുന്നതിന് HR ഡിപ്പാർട്ട്മെന്റ്. അവിടെയുള്ള, അതായത് HR ഇരിക്കുന്ന ആളുകളാണ് സ്റ്റാഫുകളുടെ ഡ്രസ്സിങ് എന്തൊക്കെയാണ് വേണ്ടത്. അപ്പൊ അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോ പ്രസവ വാർഡില് ഉള്ള സ്റ്റാഫുകൾക്കുള്ള ഡ്രസ്സിങ് ആയിരിക്കില്ല, അവരുടെ ഒരു യൂണിഫോം ആയിരിക്കില്ല ഫാർമസിയിൽ നിൽക്കുന്ന ആളുകൾക്കുള്ളത്. അപ്പോ ഡിപ്പാർട്ട്മെന്റ് വൈസ് എന്താണ് യൂണിഫോംസില് വ്യത്യാസം വരും. ചിലപ്പോ എംപ്ലോക്കെ എന്താണ് വ്യത്യാസപ്പെട്ടിരിക്കും. ഓക്കെ, ചില ഹോസ്പിറ്റലാണെങ്കിൽ എല്ലാവർക്കും ഒരേ യൂണിഫോം തന്നെയായിരിക്കും. ചിലതിൽ എന്തുണ്ടാകും? വ്യത്യാസം ഉണ്ടാകും. ചിലപ്പോ ഡോക്ടർമാരുടെ, നഴ്സുമാരുടെ, വേറെ സ്റ്റാഫുകളുടെ ഒക്കെ എന്താണ് ഡിഫറൻസ് ഉണ്ടാകും. അപ്പൊ ഇതൊക്കെ എന്താണ് തീരുമാനിക്കുന്നത്, അതായത് അവരുടെ ഡ്രസ്സിംഗ് ഒക്കെ തീരുമാനിക്കുന്നത് HR പോളിസിയുടെ ഭാഗമായിട്ടാണ്. രണ്ടാമത്തത് വെക്കേഷൻ ഡേയ്സ്, അതായത് സ്റ്റാഫുകൾക്ക് വരുന്ന അവധി ദിനങ്ങൾ ഏതൊക്കെയാണ്, ആർക്കൊക്കെയാണ് ഷിഫ്റ്റ് കൊടുക്കേണ്ടത്, ആർക്കൊക്കെയാണ് നമ്മൾക്ക് ഓഫ് കൊടുക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ HR നിന്നാണ്, അല്ലെങ്കിൽ HR പോളിസിയുടെ ഭാഗമായിട്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ വരുന്നത്. നെക്സ്റ്റ് സോഷ്യൽ മീഡിയ. ഓക്കെ, അതായത് നമുക്കവിടെ ഫോൺ ഉപയോഗത്തിനും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ യൂസേജിനൊക്കെ എന്താണ് ഒരു കൺട്രോൾ ഉണ്ടാവും അല്ലെ, ഹോസ്പിറ്റലുകളിൽ നമ്മൾ സ്റ്റാഫുകളായിട്ട് പോകുമ്പോൾ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് ആരാണ്? അത് HR പോളിസിയുടെ ഭാഗമായിട്ടാണ്. അതുപോലെ തന്നെ ഷിഫ്റ്റ് പോളിസീസ്, അതായത് ഒരു ഹോസ്പിറ്റലില് സ്റ്റാഫുകള് എത്ര ഷിഫ്റ്റ് ആണ്, അവർ ഏതൊക്കെ സമയമാണ് ഹോസ്പിറ്റലിൽ ഷിഫ്റ്റിൽ കയറേണ്ടതെന്നൊക്കെ തീരുമാനിക്കുന്നത് HR പോളിസിയുടെ ഭാഗമായിട്ടാണ്. ക്ലിയർ ആണോ?
ഓക്കെ. ഓക്കെ. നമ്മൾ ഏതായിരുന്നു നമ്മളെ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത് സ്ലൈഡില്? അത് കഴിഞ്ഞു. ഇതൊക്കെ പറഞ്ഞല്ലേ? ആ ചാപ്റ്റർ കഴിഞ്ഞായിരുന്നു. ചാപ്റ്റർ കഴിഞ്ഞോ? ആണല്ലേ? ഓക്കെ. അപ്പൊ നോട്ട്സ് ആണ് തരാനുള്ളത് അല്ലേ? ആ. അതിനകത്തൊരു പോയിന്റ് അതായത് നമ്മുടെ ഇവിടെ കണ്ടോ മോളെ, രണ്ടാമത്തെ പോയിന്റ് കൊടുത്തേക്കുന്ന കേട്ടോ. അപ്പൊ ഞാനിപ്പോ ഏത് പോയിന്റിന്റെ എക്സ്പ്ലനേഷനാ പറഞ്ഞേ? ഫോളോ പോളിസീസ് ആൻഡ് പ്രോട്ടോകോൾസ്. ഫസ്റ്റ് പോയിന്റ് എക്സ്പ്ലനേഷൻ ആണ് ഇപ്പൊ ഈ പോളിസികളായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഇനി രണ്ടാമത്തെ പോയിന്റിന്റെ ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട്, വളരെ ചെറിയ ലൈനാണ് കേട്ടോ, ഒന്ന് എഴുതാം കേട്ടോ. രണ്ടാമത്തെ പോയിന്റ് എഴുതാം. നോളജ് ഓഫ് ഓൾ ഡ്യൂട്ടീസ് to be performed in the ward. Knowledge of all duties to be performed in the ward. അതിന് എക്സാമ്പിൾ ആയിട്ട് എഴുതാം. അതായത് എങ്ങനെയാണ്, അതായത് എല്ലാ ഡ്യൂട്ടികളെയും കുറിച്ചിട്ടുള്ള അറിവ് അതായത് ഒരു വാർഡിൽ നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ വാർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും കുറിച്ചിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു അവയർനെസ് നമുക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, അതിന് എക്സാമ്പിൾ ആയിട്ട് എഴുതിക്കൊണ്ടു കേട്ടോ. ടു പ്രൊവൈഡ് ബെസ്റ്റ് ക്വാളിറ്റി nursing care to the patients. To provide best quality nursing care to the patients. ഓക്കെ, അപ്പൊ ഇതിന് എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിരിക്കുന്നത്, അതായത് ഒരു വാർഡിലെ നല്ല രീതിയിലുള്ള ഫങ്ഷനിങ് നടക്കുന്നു എന്നതിനുള്ള എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിരിക്കുന്നത് നല്ലൊരു ക്വാളിറ്റി ഓഫ് നഴ്സിംഗ് കെയർ പേഷ്യൻസിന് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. ഇനി തേർഡ് പോയിന്റ് എഴുതാം. തേർഡ് പോയിന്റ് എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? A planned program for each day's work. അതായത് നമ്മൾ ഒരു ദിവസത്തിൽ ചെയ്യുന്ന പ്രോഗ്രാംസിന്റെ ഒരു പ്ലാനിങ്. അപ്പൊ ആ ഒരു ദിവസത്തെ ഹോസ്പിറ്റലിൽ നമുക്കൊരു ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാല് എന്തൊക്കെ ജോലികളായിരിക്കും നമ്മൾ അവരെ ഏൽപ്പിക്കുക? കുറെ ജോലികൾ ഏൽപ്പിക്കും അല്ലെ? അപ്പൊ എന്തൊക്കെയാണ് ഒരു വർക്ക് എന്ന് നമുക്ക് അറിയണം അല്ലെ? ഓക്കെ, അപ്പൊ അത് എഴുതിക്കോളൂ കേട്ടോ. എ പ്ലാൻഡ് പ്രോഗ്രാം ഫോർ ഈച്ച് ഡേയ്സ് വർക്ക്. എ പ്ലാൻഡ് പ്രോഗ്രാം ഫോർ ഈച്ച് ഡേയ്സ് വർക്ക്. നമ്മള് ഓരോ ദിവസത്തെയും പരിപാടി എന്ത് ചെയ്യണം? മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ഇരിക്കണം. ഓക്കെ,
അപ്പൊ ഇതിനകത്ത് ചില കാര്യങ്ങൾ വരുന്നുണ്ട്. ആദ്യത്തേത് എഴുതാം കേട്ടോ. റെക്കോർഡ് മെഡിക്കൽ ഹിസ്റ്ററി ആൻഡ് സിംറ്റംസ്. ഒന്നുകൂടി പറയാ. റെക്കോർഡ് മെഡിക്കൽ ഹിസ്റ്ററി ആൻഡ് സിംറ്റംസ്. സിംറ്റംസ് ലക്ഷണങ്ങൾ അതൊക്കെ റെക്കോർഡ് ചെയ്യുക പേഷ്യന്റിന്റെ. റെക്കോർഡ് മെഡിക്കൽ ഹിസ്റ്ററി ആൻഡ് സിംറ്റംസ്. രണ്ടാമത്തെ പോയിന്റ് പെർഫോമിംഗ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. പെർഫോമിംഗ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. Third point, conduct physical examination. Conduct physical examination. നാലാമത്തെ പോയിന്റ് മോണിറ്റർ പേഷ്യന്റ് ഹെൽത്ത്. മോണിറ്റർ പേഷ്യന്റ് ഹെൽത്ത്. അഞ്ചാമത്തേത് provide support and advice to patients. Provide support and advice to patients. അപ്പോ എന്തൊക്കെയാണ് ഒരു ദിവസത്തെ വർക്ക് എന്ന് പറഞ്ഞാൽ, ഒരു ഹോസ്പിറ്റലിലെ ഒരു സ്റ്റാഫിനെ സംബന്ധിച്ച്, ഇപ്പൊ വാർഡില് വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് ആണെങ്കിൽ അവരെ സംബന്ധിച്ച് ഇതിപ്പോ നഴ്സാവാം, അല്ലെങ്കിൽ വേറെ അസിസ്റ്റന്റ് സ്റ്റാഫുകളാകാം, ആരുമായിക്കൊള്ളട്ടെ, അവരുടെ ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, അവർക്ക് ചില റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അതിനകത്ത് ആദ്യത്തേതെന്ന് പറയുന്നത് റെക്കോർഡ് മെഡിക്കൽ ഹിസ്റ്ററി ആൻഡ് സിംറ്റംസ്. പേഷ്യന്റിന്റെ മെഡിക്കൽ ഹിസ്റ്ററിയും സിംറ്റംസുകളൊക്കെ എന്ത് ചെയ്യണം, നിങ്ങൾ റെക്കോർഡ് ചെയ്യണം. രണ്ടാമത്തേത് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്, അതായത് രോഗനിർണയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് അവർക്ക് എന്ത് ചെയ്യണം, നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഓക്കെ, അതായത് അവരെ അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഒരുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. ഓക്കെ. മൂന്നാമത്തേത് കണ്ടക്ട് ഫിസിക്കൽ എക്സാമിനേഷൻ, അതായത് രോഗിയുടെ, അതായത് ബോഡി എന്ത് ചെയ്യണം, അതായത് മൊത്തത്തിൽ ആളെ നോക്കിയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഒബ്സർവ് ചെയ്തിട്ട് റിപ്പോർട്ട് ചെയ്യണം. ഓക്കെ. ഇനി പേഷ്യന്റിന്റെ ഹെൽത്തിനെ നമ്മൾ എപ്പോഴും മോണിറ്റർ ചെയ്യണം, മീൻസ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം. നെക്സ്റ്റ് വൺ പ്രൊവൈഡ് സപ്പോർട്ട് ആൻഡ് അഡ്വൈസ് ടു പേഷ്യന്റ്. പേഷ്യന്റിന് എല്ലാ വിധത്തിലുമുള്ള സപ്പോർട്ടും അഡ്വൈസുകളും നമ്മൾ കൊടുക്കണം. ക്ലിയർ? ഒന്ന് വായിച്ചേ, നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഇപ്പൊ പറഞ്ഞത് പ്ലാൻഡ് പ്രോഗ്രാമില്. റെക്കോർഡ് മെഡിക്കൽ ഹിസ്റ്ററി ആൻഡ് സിംറ്റംസ്, പെർഫോമിംഗ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്, കണ്ടക്ടഡ് ഫിസിക്കൽ എക്സാമിനേഷൻ, മോണിറ്റർ പേഷ്യന്റ് ഹെൽത്ത്, പ്രൊവൈഡ് സപ്പോർട്ട് ആൻഡ് അഡ്വൈസ് ടു പേഷ്യന്റ്. ഓക്കെ. ഇനി നോക്കിയേ, ഇവിടെ കൊടുത്തിട്ടുണ്ട് പ്രിവെന്റിംഗ് ഇന്ററപ്ഷൻസ്, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് വാർഡ് റൂട്ടീൻ. അതായത് ഒരു വാർഡ് റൂട്ടീൻ എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞ ഉദ്ദേശിക്കുന്നത്? വാർഡ് റൂട്ടീൻ എന്തായിരിക്കും? നമ്മള് ഹോസ്പിറ്റലിൽ കിടന്നിട്ടുണ്ടോ പറഞ്ഞ?
എങ്ങനെയാണ് അവിടുത്തെ ഒരു ദിവസത്തെ ദിനചര്യ എങ്ങനെയാ പോകുന്നത്? ഒരു ദിവസം റൂട്ടീൻ എങ്ങനെയാ അവിടുത്തെ? ഒന്ന് റിമെമ്പർ ചെയ്തൊന്ന് പറഞ്ഞു നോക്കിയേ. എത്ര നാളായി? അധികം ദിവസമായോ? ഇല്ലല്ലോ, കുറെ നാൾ മുമ്പാണോ? ഞാൻ കടന്നിട്ടുണ്ട്, പിന്നെ കുട്ടികള് കടന്നിട്ടുണ്ട്. ആ, കുട്ടികള് കടന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ഒന്ന് റിമെമ്പർ ചെയ്ത് എങ്ങനെയായിരിക്കും ഇവിടുത്തെ വാർഡ് റൂട്ടീൻ? രാവിലെ നേഴ്സുമാര് വന്നിട്ട് ബെഡ് ഒക്കെ ക്ലീൻ ചെയ്ത് വെക്കും. പിന്നെ നേഴ്സുമാരെ ഇടയ്ക്ക് വന്ന് നോക്കും, ഫുഡിന്റെ നേരത്തെ ടൈമിലൊക്കെ വന്ന് നോക്കും. ഡോക്ടറൊന്നും വരില്ലേ? ഡോക്ടർ വരും, ഞാൻ നേഴ്സുമാരുടെ കാര്യമാണ്. ഞാൻ ചോദിച്ചത് എന്താണെന്നോ, അവിടെ നടക്കുന്ന ഡെയിലി, അതായത് എങ്ങനെയാണ് ഒരു ക്രമം. അപ്പോ ഡോക്ടർമാരാണെങ്കിലും നഴ്സുമാരാണെങ്കിലും എങ്ങനെയാണ് കാര്യങ്ങള്, നിങ്ങളെ എങ്ങനെയാണ് അവർ പരിചരിക്കുന്നത്, അതാണ് ഞാൻ പറയാൻ പറഞ്ഞത് കേട്ടോ. എന്തായിരിക്കും അപ്പോ? അവര് നമ്മുടെ രോഗങ്ങളൊക്കെ എന്താണ് എങ്ങനെ ഏർലി മോർണിംഗ് ആവുമ്പോ വന്ന് നോക്കും. ഏർലി മോർണിംഗ് ആരെങ്കിലും വരുമോ റൂമില് അല്ലെങ്കിൽ വാർഡില്? നേഴ്സുമാരൊക്കെ വരും. നേഴ്സുമാര് വരും. എന്നിട്ട് എന്താ അവര് ചെയ്യുന്നേ? നമ്മുടെ രോഗത്തെ കുറിച്ച് ചോദിക്കും, എങ്ങനെ കുറഞ്ഞോ എന്താന്നൊക്കെ ഉള്ള രീതിക്ക് ചോദിക്കും. എന്തേലും ബുദ്ധിമുട്ടുണ്ടോ, എന്തേലും കുഴപ്പമുണ്ടോ, അധികം ഉണ്ടോ, അങ്ങനെയൊക്കെ ചോദിക്കും. അവര് നമുക്ക് പനിയൊക്കെ ഉള്ള കുട്ടിക്കൊക്കെ പനി വന്നാൽ അവർ ആദ്യം എന്ത് ചെയ്യും? തെർമോമീറ്റർ അല്ലേ? അതൊന്നില്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മുടെ ആ ഒരു ഏരിയയിലോ അല്ലെങ്കിൽ എന്താണ് വെച്ചിട്ട് എന്ത് ചെയ്യും, ആ ഒരു എത്രയാണ് ആ ഒരു ഇത് നിൽക്കുന്നത് നോക്കും അല്ലെ, ടെമ്പറേച്ചർ എത്രയാണ് നിൽക്കുന്നത് നോക്കും. പിന്നെ എന്താണ്, ഇപ്പൊ നമ്മ വലിയവരൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും, BP അവര് ചെക്ക് ചെയ്യില്ലേ? BP ചെക്ക് ചെയ്യും. ഇനി ഷുഗർ ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ ഷുഗർ ചെക്ക് ചെയ്യും അല്ലെ. അങ്ങനെയൊക്കെ നോക്കിയിട്ട് അവരെന്ത് ചെയ്യും, അതൊരു ഫയലില് രേഖപ്പെടുത്തും അല്ലെ. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ഓക്കെ. ഇനി കുറച്ചു നേരം കഴിയുമ്പോൾ ഒരു വീണ്ടും വരും, എന്നിട്ട് നമുക്ക് വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് തരും അല്ലെ. അങ്ങനെയല്ലേ, മെഡിസിൻസ് തരും. ഇനി നമ്മൾക്കിപ്പോ ഗ്ലൂക്കോസോ അല്ലെങ്കിൽ എന്താണ് നമുക്ക് വെയിലിലൂടെ എന്തെങ്കിലും മരുന്നുകൾ ഇഞ്ചെക്ട് ചെയ്യുവാണെങ്കിൽ, അങ്ങനെയൊക്കെ ആന്റിബയോട്ടിക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവര് രാവിലെ തന്നെ എന്ത് ചെയ്യും, നമുക്ക് വന്ന് തരും. ഓക്കെ, അങ്ങനെയല്ലേ. എന്നിട്ട് അവര് തിരിച്ചു പോകും. പിന്നെ ക്ലിനിക്കിനുള്ള സ്റ്റാഫുകളായിരിക്കും വന്നത്. അത് കഴിഞ്ഞിട്ടായിരിക്കും ആര് വരുന്നേ? ഡോക്ടർ വരുന്നത്. ഒരു 9:30, 10 മണി, 11 അല്ലെ, ആ ഒരു ടൈമില് ഡോക്ടർ നമ്മളെ കാണും, വന്ന് നമ്മളോട് ചോദിക്കും. വ്യത്യാസം ഒന്നുമില്ലെങ്കിൽ വേറെ ഫർദർ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഫർദർ മെഡിസിൻസ് എന്തെങ്കിലും എഴുതും, അല്ലെങ്കിൽ ഡിസ്ചാർജ് ആണെങ്കിൽ ഡിസ്ചാർജ് എഴുതും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, ഡോക്ടർ തിരിച്ചു പോകും. പിന്നെ വീണ്ടും ഉച്ചയ്ക്ക് നഴ്സുമാര് വരുന്നു, നമ്മൾക്ക് വേണ്ടിയിട്ടുള്ള മരുന്ന് തരുന്നു. പിന്നെ വൈകുന്നേരം ഇത് തന്നെ. അങ്ങനെ ഒരു രാത്രി അല്ലെ, ഒരു ഡേ മുഴുവൻ എന്താ നമ്മൾ എന്ത് ചെയ്യാ, അവര് കെയർ ചെയ്യല്ലേ ചെയ്യുന്നേ. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വാർഡ് റൂട്ടീൻ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇപ്പൊ നമുക്ക് എഴുതാൻ എന്താ വരുന്നത് കേട്ടോ. അത് എഴുതാം. പ്രിവെന്റിങ്, ആ ഒരു പോയിന്റിന്റെ എക്സ്പ്ലനേഷൻ ആയിട്ട് ഇനി എഴുതാൻ പോണേ. Preventing interruptions. Establishment of ward routine. Establishment of ward routine. Each ward has a daily routine. Each ward has a daily routine. This necessitates each ward has a daily routine.
ROUTINE. Each word has a daily routine. This necessitates an early start in order to facilitate patient care and to prepare patients for ward round later in the morning. എഴുതിയോ? പാരാഗ്രാഫ് എഴുതിയോ? നെക്സ്റ്റ് കേട്ടോ, നെക്സ്റ്റ് പാരാഗ്രാഫ് ആയിട്ട് നെക്സ്റ്റ് സെന്റൻസിൽ സ്റ്റാർട്ട് ചെയ്യാം. വാർഡ് റൗണ്ട്സ് ആർ where consultants and their team of doctors to meet with you to review and plan your care. ഇതിന്റെ താഴെ ഒരു പോയിന്റ് ആയിട്ട് എഴുതിയിട്ട് എഴുതാം ടീച്ചിങ്. സെക്കൻഡ് ആയിട്ട് എഴുതാം ഫാമിലി എൻക്വയറീസ്. തേർഡ് എഴുതാം നെയ്മഡ് നഴ്സ്. ഓക്കെ, എഴുതിയോ? ഒന്ന് വായിച്ചിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തോ പറഞ്ഞ. വാർഡ് റൂട്ടിനെ കുറിച്ചിട്ട്. Each ward has a daily routine. This necessitates an early start in order to facilitate patient care and to prepare patients for ward round later in the morning. രാവിലെ തന്നെ അവര് എന്താ നമ്മളെ പേഷ്യൻസിന്റെ കെയർ നോക്കും. പിന്നെ വാർഡ് റൗണ്ട്സ് ആർ
are where consultants and their team of doctors to meet with you to review and plan your care. നമ്മളെ എന്താണ് കെയർ ചെയ്തിട്ട് അവര് ഡോക്ടേഴ്സിനോട് പറഞ്ഞ് ഡോക്ടർ നമ്മളെ കണ്ട് എന്താ എങ്ങനെ വേണമെന്ന് പ്ലാൻ ചെയ്തിട്ട് നമ്മളെ കെയർ ചെയ്യും. ഓക്കെ. നെക്സ്റ്റ് വായിക്കാനില്ലേ? എല്ലാം വായിച്ചോ? ടീച്ചിങ് ഫാമിലി ഒക്കെ പറഞ്ഞോ? അതെന്താക്കി മനസ്സിലായില്ല. മനസ്സിലായില്ല അല്ലേ? ഓക്കെ, പറഞ്ഞുതരാം കേട്ടോ. അതായത് വാർഡ് റൗണ്ട്സ് ആർ വെയർ കൺസൾട്ടൻസ് ആൻഡ് their ടീം ഓഫ് ഡോക്ടേഴ്സ് ടു മീറ്റ് വിത്ത് യു ടു റിവ്യൂ ആൻഡ് പ്ലാൻ യുവർ കെയർ. അതായത് ഡോക്ടർമാരുടെ സംഘം അടങ്ങിയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ നഴ്സുമാരുടെ ആ ഒരു സംഘം അടങ്ങിയിട്ട് അല്ലെങ്കിൽ ഡോക്ടർ സൂപ്പർവൈസ് കൊടുക്കുന്ന ആ ഒരു ടീം എന്ത് ചെയ്യുന്നു? നമ്മുടെ അടുത്ത് വന്നിട്ട് പേഷ്യന്റിന്റെ അടുത്ത് വന്നിട്ട് അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കുകയും അത് ഫയലില് രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. ഓക്കെ. ഇപ്പൊ വാർഡ് റൂട്ടിന്റെ ഭാഗമായിട്ട് ആദ്യം നടക്കുന്നത് ടീച്ചിങ് ആണ്. അതായത് ഇപ്പോ ചെറിയ ചെറിയ സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതായത് മെഡിക്കൽ വിദ്യാർത്ഥികളൊക്കെ ഉണ്ടാവും, ഡോക്ടർമാരുടെ കൂടെ വരുമല്ലോ. എന്തിനു വേണ്ടിയിട്ടാ വരുന്നേ? അവര് ടീച്ചിങ്ങിന്റെ ഇതായിട്ടാണ്, ടീച്ചിങ്ങിന് വേണ്ടിയിട്ടാണ് ഡോക്ടറുടെ കൂടെ വന്നിട്ട് രോഗികളെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്, പഠിക്കുന്നത്. അതുപോലെ തന്നെ ഫാമിലി എൻക്വയറീസ്. എന്താ പറയുന്നത്? ഇപ്പൊ പേഷ്യന്റ് അല്ലെങ്കിൽ അവരുടെ ഫാമിലി എന്തെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് അതിനുള്ള മറുപടിയും കാര്യങ്ങളൊക്കെ കൊടുക്കും. ഓക്കെ, അതൊരു വാർഡ് റൂട്ടിന്റെ ഭാഗമാണ്. നെക്സ്റ്റ് നെയ്മഡ് നേഴ്സ്. അതായത് നമ്മൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അതായത് ഇപ്പൊ ഓരോ ഷിഫ്റ്റിലും ഓരോ നഴ്സുമാരാണല്ലോ അവിടെ വരിക. അപ്പൊ വരുമ്പോഴത്തെ പേര് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, നമുക്ക് പറയട്ടെ ഇപ്പൊ ആ സിസ്റ്റർ ആയിരുന്നു എനിക്ക് എന്റെ കൊച്ചിന് ഈ മരുന്ന് തന്നത്, അല്ലെങ്കിൽ ഈ സിസ്റ്റർ ആയിരുന്നു. അപ്പൊ എന്തായാലും ഷിഫ്റ്റുകൾ മാറുമ്പോൾ നഴ്സുമാര് മാറും. പക്ഷെ എന്താണ് നമ്മുടെ കാര്യങ്ങളൊക്കെ എന്താണ് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ആ നഴ്സിന്റെ പേരറിയാൻ ശ്രമിക്കാം. കൂടുതൽ എന്ത് ചെയ്യണം? നമ്മള് അവരോട് ക്ലോസ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യണം. ക്ലിയർ ആണോ? ഓക്കെ. പേഷ്യന്റ് റിലേഷൻ ഓഫീസറുടെ ജോബ് ഡ്യൂട്ടീസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞ ഫുള്ള് ഓർമ്മയുണ്ടോ? ഓക്കെ, അത് നമ്മളെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. പേഷ്യന്റ് റിലേഷൻ ഓഫീസർ. Ensuring that patients are comfortable during their visit by greeting them. അവര് എന്താ പേഷ്യൻസ് കംഫർട്ടബിൾ ആണെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. മേക്കിംഗ് ഷുവർ ദാറ്റ് പേഷ്യൻസ് ആർ അവെയർ ഓഫ്. ഈ പേഷ്യന്റ് റിലേഷൻ ഓഫീസർ ഉണ്ടല്ലോ നമ്മൾ പഠിക്കുന്ന, അവർക്ക് എന്ത് തരത്തിലുള്ള എന്ത് റേഞ്ചിലുള്ള റെസ്പോൺസിബിലിറ്റീസ് ഉള്ളത്? എന്ത് തരത്തിലുള്ള ഏത് റേഞ്ചാണ് അവരുടെ റെസ്പോൺസിബിലിറ്റീസ്? ഫസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ടല്ലോ, നമ്മളൊന്ന് വായിച്ചു. A patient relations manager typically has an expensive range of responsibilities. Expensive range of responsibilities ആണ് ആർക്കുള്ളത്? Patient selection officer. Okay, ഇനി എക്സ്പ്ലെയിൻ ചെയ്തു. Second, making sure that patients are aware of any changes in their treatment plans or medical conditions and informing them of any imminent appointments. എന്താ പറയുന്നത്? എന്തെങ്കിലും പേഷ്യൻസിന് എന്തെങ്കിലും എന്താണ് ട്രീറ്റ്മെന്റിൽ ചേഞ്ച് വരുത്തണം എന്നുണ്ടെങ്കിൽ മെഡിക്കൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെങ്കിലോ വേറെ എവിടെയെങ്കിലും പോയി കാണിക്കണമെങ്കിലോ വേണമെന്നുണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കണം. അല്ലേ? ഇനി മൂന്നാമത്തെ പോയിന്റ്, arranging for transportation to from appointments as needed. എന്താ അതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം.
വേറെ എവിടെയെങ്കിലും പോയിട്ട് നോക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യം, ട്രാൻസ്പോർട്ടേഷനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം. Providing emotional backup to patients, including answering patient questions and offering reassurance. ഇവിടെ എന്താ പറയുക? പേഷ്യൻസിന് ഒരു ഇമോഷണൽ ബാക്കപ്പ് കൊടുക്കുക കേട്ടോ. അതായത് വൈകാരികമായിട്ടുള്ള നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ വൈകാരികമായിട്ട് അവരോട്, അതായത് നമ്മളുടെ അമ്മ അല്ലെങ്കിൽ അമ്മ അച്ഛനൊക്കെ നമ്മളോട് സംസാരിക്കില്ലേ, അതുപോലെ വന്നിട്ട് എന്ത് ചെയ്യുന്നു, നമ്മുടെ ഇമോഷണൽ എന്താണ് നമ്മുടെ ഇമോഷൻ, അതിനനുസരിച്ച് നമുക്കൊരു ബാക്കപ്പ് തരും. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ. Coordinating with physicians and other healthcare professionals to make sure that all needs are met during patient visits. Physician health നമുക്ക് വേണ്ട കെയർ, എന്ത് കെയറാ വേണ്ടത് എന്നൊക്കെ ഉള്ളത് ഫിസിഷ്യന്മാരും ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ഒക്കെ അറിഞ്ഞിരിക്കണം. അതായത് ഇവര് കൂടെ പോകണം. അതായത് ഇവരുടെ വിസിറ്റ് ഉണ്ടല്ലോ, വിസിറ്റിംഗ് സമയത്ത് പേഷ്യന്റിനെ ഡോക്ടർമാരും അതുപോലെ തന്നെ മറ്റ് സ്റ്റാഫുകളൊക്കെ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് അവരുടെ, അതായത് പേഷ്യന്റിന്റെ ആവശ്യങ്ങൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ട് എന്ത് ചെയ്യണം, ഇവരോട് പറയണം. ആരോട്? ഡോക്ടേഴ്സിനോടും അതുപോലെ തന്നെ സ്റ്റാഫുകളോടും. ക്ലിയർ ആണോ? പേഷ്യന്റ് സമയം, അതായത് നമ്മള് ഈ PRO എന്ന് പറയുന്ന അല്ലെങ്കിൽ പേഷ്യന്റ് റിലേഷൻ ഓഫീസർ എന്ന് പറയുന്ന ആള് എന്ത് ചെയ്യണം? ഇടയ്ക്ക് എന്ത് ചെയ്യണം? ഡോക്ടർമാർ അല്ലെങ്കിൽ ആ ഒരു ടീം പേഷ്യന്റിനെ വിസിറ്റ് ചെയ്യുമല്ലോ. ഇപ്പൊ പേഷ്യന്റിന്റെ ഭാഗത്ത് നിന്ന് അവർക്ക് ആവശ്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചറിഞ്ഞിട്ട് എന്ത് ചെയ്യണം? അത് ഇവരോട് പറയണം. ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് വായിച്ചു. Maintaining exact records of patients' meetings with physicians, nurses and other staff members. എന്താ പറയുന്നേ? ഫയൽ കാര്യങ്ങളൊക്കെ പേഷ്യൻസിന്റെ സൂക്ഷിച്ച് വെച്ചിരിക്കണം. നെക്സ്റ്റ്. Setting patients' complaints, concerns and questions about treatment plans, diagnosis. പേഷ്യൻസിന്റെ ട്രീറ്റ്മെന്റും ഡയഗ്നോസിസ് ബന്ധപ്പെട്ടിട്ടുള്ള കംപ്ലൈൻസോ ആശങ്കകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിഹരിക്കണം. Making patients aware of health service and facilities available for patients and hospital. എന്താ ഫെസിലിറ്റീസ്, പേഷ്യൻസിന് കൊടുക്കേണ്ട ഫെസിലിറ്റീസുകളൊക്കെ അവൈലബിൾ അല്ലേ എന്ന് നോക്കണം. Investigate and convey complaints or problems to appropriate head department of the hospital. ഹെഡ് ഡിപ്പാർട്ട്മെന്റിലേക്ക് കംപ്ലൈൻസുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവരോട് പറഞ്ഞിട്ട് അതിന് പരിഹാരം കണ്ടെത്തണം. Assist in setting conflicts and act as an intermediate between patients, families and staff. എന്താ പേഷ്യന്റും ഫാമിലീസും സ്റ്റാഫും ആയിട്ട് ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ട് കണക്ട് ചെയ്തിട്ട് ഇന്റർമീഡിയേറ്റർ ആയിട്ട് നിന്ന് പ്രവർത്തിക്കണം. ദാറ്റ്സ് എ ഇമ്പോർട്ടന്റ് പോയിന്റ് കേട്ടോ. ഇന്റർമീഡിയേറ്റർ കേട്ടോ. എവിടെയെങ്കിലും കുറിച്ച് വെക്കുകയോ അല്ലെങ്കിൽ അണ്ടർലൈൻ ചെയ്യുക എന്തെങ്കിലും ചെയ്യണം കേട്ടോ. അടുത്തത് എന്താണ്? Collect data and information about patients' feedback and make recommendations appropriately. രോഗികളുടെ ഫീഡ്ബാക്ക് എന്താണ് ശേഖരിച്ചിട്ട് അത് ഫീഡ്ബാക്ക് എന്താന്നുള്ളത് അവരോട് ചോദിച്ചറിഞ്ഞിട്ട് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാം. Explaining policies, procedures or services to unknown patients by using medical administrative knowledge.
അവിടെ നടക്കുന്ന നടപടിക്രമങ്ങളിലും സേവനങ്ങളും എന്തൊക്കെയാന്നുള്ളതൊക്കെ രോഗികൾക്ക് വിശദീകരിച്ച് കൊടുക്കാം. ഓക്കെ, അടുത്തത് മോണിറ്ററിംഗ് ആൻഡ് അനലൈസിങ് പേഷ്യൻസ് റൈറ്റ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. പേഷ്യൻസിന്റെ അവകാശങ്ങളും അവരുടെ കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കണം. ഓക്കെ. ബുദ്ധിമുട്ടുണ്ടോ ഇങ്ങനെ വായിക്കുന്നുണ്ട്? ഇല്ലല്ലോ. പക്ഷെ അതിങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കാൻ വെക്കുന്നില്ല. അത് പ്രശ്നമില്ല മോളെ. അതെ, നമുക്കത് ഒന്നും കൂടി ഇനി ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. ഇങ്ങനെ പറയുമ്പോഴേ ഞാൻ പറയാറുണ്ട്, പിള്ളേരെ കൂടെ പറയിപ്പിക്കാറുണ്ട്. പക്ഷെ ഇവിടെ പിള്ളേര് കുറവാണല്ലോ, അതുകൊണ്ടാണ്. വായിക്കുമ്പോ എന്താന്ന് ഉള്ളില് മനസ്സിലാവും, പക്ഷെ മനസ്സിലായി. അത് തെറ്റുണ്ടെങ്കിലും കുഴപ്പമില്ല, പ്രശ്നമില്ല, പറഞ്ഞുതരാം. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായോന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ എന്ത് ചെയ്യുന്നത്, ഇടയ്ക്കിടയ്ക്ക് അല്ലാതെ കുഴപ്പമില്ല, പക്ഷെ അത് പറഞ്ഞ് എടുക്കാനൊരു പ്രയാസം. പ്രശ്നമൊന്നുമില്ല. നമുക്ക് ആദ്യം വേണ്ടത് ധൈര്യമാണ്. നമുക്ക് എന്ത് ജോലി ചെയ്യുമ്പോഴും എന്താ വേണ്ട? ആദ്യം കോൺഫിഡൻസാ വേണ്ടേ കേട്ടോ. അശ്വനി വരുന്നില്ലേ? അശ്വനി ഉണ്ട്. കഴിഞ്ഞ ആഴ്ച ഫുള്ള് ഉണ്ടായിരുന്നു. ഞാനായിരുന്നു കഴിഞ്ഞ ആഴ്ച ഇല്ലാതിരുന്നത്. ഇന്നിപ്പോ എന്താന്നറിയില്ല. എന്ത് പറ്റിയാ പറഞ്ഞപ്പോ? ഞാൻ എന്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു, അമ്മയ്ക്ക് വയ്യാത്തോണ്ട്. അവിടെ വേറെ ആരും ഇല്ല, അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ. അപ്പൊ അമ്മയ്ക്ക് വയ്യാത്തോണ്ട് ഞാൻ കുറച്ച് ദിവസം അവിടെ പോയി. എവിടെയാ വീടപ്പോ? പട്ടാമ്പി. സുഖമായ അമ്മയ്ക്ക്? കുഴപ്പമില്ല. നെക്സ്റ്റ് പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ്സ് കേട്ടോ. അതൊന്ന് വായിച്ചിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യട്ടോ. തെറ്റണെങ്കിൽ തെറ്റിട്ടെ, ഒരു പ്രശ്നമില്ല, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, റെഡി അല്ലേ? പേടിച്ചു അല്ല, പേടിച്ചു, സോറി, വായിച്ചോളൂ കേട്ടോ. A patient care executive is a professional who is specialized in helping people who are recovering from disease or disability. He or she monitors the performance of patient care service, compares it to governed agency standards, and make adjustments of necessary. ആളുകൾക്കുണ്ടാകുന്ന വൈകല്യങ്ങളോ എന്തെങ്കിലും പഴയ സ്ഥിതിയിലേക്ക് തന്നെ ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നവരാണ്. ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണത് പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് അഥവാ ഫ്ലോർ മാനേജർ എന്ന് പറയുന്നത് അല്ലേ? ഓക്കെ, പിന്നെ എന്തൊക്കെ സർവീസ് അയാളോട് പ്രൊവൈഡ് ചെയ്യുന്നത്? എന്താ ചെയ്യുന്നത്? അയാളുടെ ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ടല്ലോ. എൻഷുർ പ്രോപ്പർ ഡിസിപ്ലിൻ ഓഫ് സ്റ്റാഫ്സ് ഇൻ വാർഡ്സ് ഫ്ലോർ. അതല്ല മോളെ. ഓക്കെ, ഡിസബിലിറ്റി കഴിഞ്ഞിട്ടൊരു സെന്റൻസ് കണ്ടോ? He or she monitors the performance of patient care service, compares into government agency standards, and make adjustments of necessary. എന്താ പറയുന്നത് ഇപ്പൊ അവിടെ? He or she monitor അല്ലെ, നിരീക്ഷിക്കുക ചെയ്യുന്നേ. എന്ത് നിരീക്ഷിക്കുന്നു? പേഷ്യന്റ് കെയർ സർവീസസ്, അതായത് ഒരു പേഷ്യന്റിന് ആ ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന സർവീസുകൾ എങ്ങനെയാണെന്ന് നിരീക്ഷിക്കുന്നത് ആരാണ്? ഈ ഒരു പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് ആണ്. ഇനി നല്ല രീതിയിലുള്ള പരിചരണമല്ല അവർക്ക് കൊടുക്കുന്നതെങ്കിൽ എന്ത് ചെയ്യുന്നു? അതായത് ഗവൺമെന്റ് ഏജൻസി സ്റ്റാൻഡേർഡ്സുമായിട്ട് അതിനെ കമ്പയർ ചെയ്തിട്ട് അഡ്ജസ്റ്റ്മെന്റുകൾ ഇപ്പോ അതായത് നമ്മുടെ ഗവൺമെന്റ് ഒരു സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് നിയമങ്ങളാക്കി വെച്ചിട്ടുണ്ട് ഹോസ്പിറ്റലുകളിൽ. നമുക്ക് അറിയാലോ, എല്ലായിടത്തും എന്തുണ്ട്? ഗവൺമെന്റിന്റെ നിയമങ്ങൾ എല്ലാവർക്കും എന്താണ് ബാധകമാണ് അല്ലെ? ഇപ്പൊ നമ്മുടെ റോഡിലേക്ക് ഇറങ്ങിയാൽ എന്താണ്? നമ്മള് തലയിൽ ഹെൽമെറ്റ് വെക്കണം, കാറിലാണെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇറങ്ങാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ധാരാളം. ഇതൊക്കെ എന്താ? അതായത് ഒരു സ്റ്റേറ്റ് രൂപപ്പെടുത്തി വെച്ചിരിക്കുന്ന നിയമങ്ങളാണ്. അതുപോലെ തന്നെ നമ്മുടെ ഹോസ്പിറ്റലുകളിലും എന്തുണ്ട്? ഇതുപോലുള്ള ധാരാളം നിയമങ്ങളുണ്ട്. എന്തുമായി ബന്ധപ്പെട്ടിട്ട്? ഒരു പേഷ്യന്റിന് കിട്ടേണ്ട കെയറുമായി ബന്ധപ്പെട്ടിട്ട് ധാരാളം നിയമങ്ങളുണ്ട്. അപ്പോ അങ്ങനെയുള്ള നിയമങ്ങള് പേഷ്യന്റിന് കിട്ടുന്നില്ല എങ്കിൽ, ഓക്കെ, അതായത് ഒരു പേഷ്യന്റിന് ഹോസ്പിറ്റലിൽ നിന്ന്
ആ ഒരു നിയമത്തിൽ പറഞ്ഞ പ്രകാരമുള്ള കെയർ കിട്ടുന്നില്ല എങ്കിൽ ഈ പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് ആണ് എന്ത് ചെയ്യുന്നത്? അത് ഹോസ്പിറ്റൽ അതോറിറ്റിയോട് സംസാരിച്ച് അതിന് വേണ്ടിയിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്യുക. ക്ലിയർ ആണോ? ഓക്കെ. ഇനി അയാളുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ ആണ് നെക്സ്റ്റ്. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യട്ടോ. Ensures proper discipline of staff in wards. എന്താ അവിടെയുള്ള സ്റ്റാഫിന്റെ സ്റ്റാഫ് വാർഡ്സിന്റെ ഒക്കെ ശരിയായ രീതിയിലുള്ള നടത്തിപ്പ് ചെക്സ് നോയ്സ് ലെവൽസ്, ശബ്ദങ്ങള് അത് ചെക്ക് ചെയ്യുക. അല്ലാതെയുള്ള ശബ്ദങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യുക. പിന്നെ എൻഷുവേഴ്സ് അവൈലബിലിറ്റി ഓഫ് ഡോക്ടേഴ്സിന്റെ ലഭ്യത ഉറപ്പുവരുത്തുക. എൻഷുവേഴ്സ് അബ്രപ്റ്റ് റെസ്പോൺസ് ടു നേഴ്സിംഗ് കാൾസ്. നഴ്സിംഗ് കോൾസിന് റെസ്പോണ്ട് ചെയ്യുക. അപ്പൊ എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് നഴ്സുമാര് വിളിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? പെട്ടെന്ന് അതിനുള്ള മറുപടി കൊടുക്കുക. ഓക്കെ. മോണിറ്റേഴ്സ് സ്റ്റാഫ് ബിഹേവിയർ ആൻഡ് ആറ്റിറ്റ്യൂഡ്. സ്റ്റാഫിന്റെ ബിഹേവിയർ ആറ്റിറ്റ്യൂഡ് ഒക്കെ മോണിറ്റർ ചെയ്യുക. രണ്ടാമത്തെ പെർഫോംസ് ഡ്യൂട്ടീസ് റിലേറ്റഡ് ടു ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. ഈ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ ഷോർട്ട് ഫോം HIS എന്നാണ് കേട്ടോ. HIS. ഓക്കെ. വായിച്ചോളൂ. Make sure that new admission received in the system. സിസ്റ്റത്തില് പുതുതായിട്ട് അഡ്മിഷനുകൾ വന്നത് നേരം പോലെ അല്ലേന്ന് നോക്കുക. Ensure that discharge are completed on time in system. ഡിസ്ചാർജ് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റഡ് അല്ലേ എന്നുള്ളത് നോക്കുക. റിസോഴ്സ് ഇഷ്യൂസ് റിലേറ്റഡ് ടു ബെഡ് മാനേജ്മെന്റ്. പിന്നെ എൻഷുർ പേഷ്യന്റ് കെയർ, രോഗിയുടെ പരിചരണം ഉറപ്പുവരുത്തുക. അഡ്രസ് പേഷ്യന്റ് പ്രോബ്ലം, രോഗിയുടെ അതായത് ഐഡന്റിഫൈ ചെയ്യാന്ന് പറയില്ലേ നമ്മള്, ചെറിയുക എന്നൊക്കെ പറയില്ലേ, അതാണ് പേഷ്യന്റിന്റെ പ്രശ്നം എന്താണെന്ന് അഡ്രസ് ചെയ്യും. ഓക്കെ. പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ ഇൻ കേസ് ഓഫ് എനി എൻക്വയറീസ്. എന്തെങ്കിലും തരത്തിലെ എൻക്വയറീസ് വരികയാണെങ്കിൽ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുക. ചെക്ക് കോംപ്ലിമെന്റ്സ് ഓഫ് മെഡിക്കൽ റെക്കോർഡ് ഫയൽസ്. മെഡിക്കൽ റെക്കോർഡ് ഫയൽസ് കറക്റ്റ് അല്ലേന്ന് ചെക്ക് ചെയ്യുക. ഫോർത്ത്, കോർഡിനേറ്റിംഗ് വാർഡ് യൂണിറ്റി പെർഫോമൻസ്. വാർഡിലുള്ള കാര്യങ്ങള് കോർഡിനേറ്റ് ചെയ്യുക. ഫീഡ്ബാക്ക് ടു ചെയർമാൻ HOD ഇൻ compliance with quality standards, medical records, audit and significant incidents. ഓക്കെ. എന്താ സൂപ്പർവൈസ് ദ ഡ്യൂട്ടീസ് അത് എക്സ്പ്ലെയിൻ ചെയ്തോ? ഇല്ല. അഞ്ചാമത്തെ പോയിന്റ്, ഫീഡ്ബാക്ക് ടു ചെയർമാൻ ഓർ HOD ഇൻ കംപ്ലൈൻസ് വിത്ത് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്, മെഡിക്കൽ റെക്കോർഡ്സ്, ഓഡിറ്റ് ആൻഡ് സിഗ്നിഫിക്കന്റ് ഇൻസിഡൻസ്. അതായത് നമ്മുടെ പേഷ്യന്റിന്റെ കെയറുമായി ബന്ധപ്പെട്ട്, അതായത് അവർക്ക് എന്തെങ്കിലും അവരുടെ മരുന്നുകളിലോ അവർക്ക് ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഉപകരണങ്ങൾ എക്യുപ്മെന്റ്സിലോ എന്തെങ്കിലും നിലവാരവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാലും, ഇപ്പൊ അവർക്കിപ്പോ BP ചെക്ക് ചെയ്യാണ്, ആ BP ചെയ്ത് കഴിഞ്ഞാൽ BP അപ്പാരറ്റസ് ഉണ്ടല്ലോ, അത് കംപ്ലൈന്റ് ആണ്, അത് മര്യാദക്ക് വർക്ക് ചെയ്യുന്നില്ല. അപ്പൊ എന്താ ചെയ്യണ്ടേ? ഈ ഒരു പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് എന്ത് ചെയ്യണം? അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള, അതായത് ആ ഒരു BP അപ്പാരറ്റസിന്റെ പ്രവർത്തനം മര്യാദയ്ക്ക് നടക്കുന്നില്ല എന്ന് ആർക്കാ അയക്കണ്ടേ? HOD. അതായത് ആ വാർഡിലെ അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റിലെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവുമല്ലോ, അവർക്ക് എന്ത് ചെയ്യണം? ഫോർവേഡ് ചെയ്യണം. അത് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോ ഉപകരണങ്ങളിൽ നിന്ന് തന്നെ ആണെന്നില്ല, എന്തെങ്കിലും ഫോർ എക്സാമ്പിൾ ഇപ്പോ റെക്കോർഡുകൾ, മെഡിക്കൽ റെക്കോർഡിന്റെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ എന്താ പറയാ, എന്തെങ്കിലും ആ ഒരു പേഷ്യന്റിന് എന്തെങ്കിലും ഇൻസിഡന്റ് അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ചിലപ്പോ വീണിട്ടുണ്ടാകാം, അല്ലെങ്കിൽ വേറൊരു പേഷ്യന്റുമായിട്ട് ക്ലാഷ് ഉണ്ടായിരിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുകയാണെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റിലെ HODക്ക് ഈ ഒരു പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് എന്ത് ചെയ്യണം? റിപ്പോർട്ട് ചെയ്തിരിക്കണം.
അതാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്. Supervise the duties of ward secretaries on the respective floor, ensures that ward secretaries are placing doctors' visits beside procedures like beside echo, ECG, any. അതെന്താ പറയുന്നത് അവിടെ? വാർഡ് സെക്രട്ടറിയുടെ ചുമതലകള് വാർഡ് സെക്രട്ടറീസിന്റെ ചുമതലകൾ എന്ത് ചെയ്യണം നമ്മള്? സൂപ്പർവൈസ് ദ ഡ്യൂട്ടീസ് ഓഫ് വാർഡ് സെക്രട്ടറീസ് ഓൺ ദ റെസ്പെക്റ്റീവ് ഫ്ലോർ, ensures that ward secretaries are placing doctors' visits beside procedures like beside echo, ECG. Okay, അതായത് വാർഡ് സെക്രട്ടറിമാര് ഈ പേഷ്യന്റിനെ ഡോക്ടർ വന്ന് വിസിറ്റ് ചെയ്യുമല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശരിയായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ, അതൊക്കെ എഴുതി വെക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഇപ്പോ പേഷ്യന്റിന്റെ എക്കോ ഒക്കെ ആരാ എടുക്കുന്നത്? വാർഡ് സെക്രട്ടറി ആണ് റിപ്പോർട്ട് ചെയ്ത് വെക്കുന്നത്, എക്കോ, ECG ഒക്കെയാണ്. അങ്ങനെയുള്ള കാര്യങ്ങള് വാർഡ് സെക്രട്ടറിമാര് നേരാവണ്ണം ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടത്, അതായത് വാർഡ് സെക്രട്ടറിക്ക് മേൽനോട്ടം കൊടുക്കേണ്ടത് ആരാണ്? ഈ ഒരു പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് ആണ്. ക്ലിയർ? ഓക്കെ, ക്ലിയർ ആണ് അല്ലെ? അപ്പൊ അത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത് കേട്ടോ. അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ലാമ ഡാമയുടെ ഒക്കെ ഫുൾ ഫോം എഴുതിയിട്ടുണ്ടായിരുന്നോ? മെഡിക്കൽ അബ്രീവിയേഷന്റെ ഫുൾ ഫോംസ് എഴുതിയിട്ടുണ്ടായിരുന്നോ? ലീവ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓർമ്മയുണ്ടോ? ഒന്ന് ബുക്ക് ഒന്ന് മറച്ചു വെക്കേ. പറഞ്ഞ എഴുതിയിട്ടുണ്ടായിരുന്നോ? എഴുതിയല്ലേ? ലാമ എഴുതിയിട്ടുണ്ടായിരുന്നു, DAOR, അല്ലേ? ലാമ എന്തായിരുന്നു? ലാമ ലീവ് അഗൈൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. ലീവ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. ഇനി ഡാമയാണെങ്കിലോ? ഡിസ്ചാർജ് അഗൈൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. ഡിസ്ചാർജ് അഗെയിൻസ്റ്റ് സൈൻഡ് അഗൈൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. DAOR ഡിസ്ചാർജ് അറ്റ് ഓൺ റിസ്ക്. ഡിസ്ചാർജ് ഓൺ പേഷ്യന്റ് റിസ്ക്. ഡ്രാമയാണെങ്കിലോ? ഡിസ്ചാർജ് റിക്വസ്റ്റ് അഗൈൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. ഓക്കെ, അപ്പൊ ഈ ചാപ്റ്റർ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു അല്ലെ? ഓക്കെ, ക്ലിയർ അല്ലേ ഇത്? ഡൗട്ട് ഒന്നുമില്ല, മനസ്സിലായില്ലേ നന്നായിട്ട്? ഓക്കെ, അപ്പൊ നമുക്ക് നാളെ എന്തെടുക്കാനേ? പുതിയ ചാപ്റ്റർ എടുക്കാം കേട്ടോ. നാളെ എടുക്കാൻ പോകുന്നത് ഡിസ്ചാർജ് പ്രോസസ് ആണ് കേട്ടോ. അറിയാലേ ഡിസ്ചാർജ് എന്താണെന്ന്, അതിനെ കുറിച്ചിട്ട് നമുക്ക് നാളെ വിശദമായിട്ട് പറയാം. ഓക്കെ, അപ്പൊ വൈൻഡപ്പ് ചെയ്യട്ടെ ഞാൻ. നമ്മൾ കഴിഞ്ഞു കേട്ടോ, ഈ ചാപ്റ്റർ തീർന്നു. നന്നായിട്ട് എന്ത് ചെയ്യാ, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നോട്ട്സും ഈ PDF ഒക്കെ എന്ത് ചെയ്യാ, നന്നായിട്ട് വായിക്കാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു.